കഅബയ്ക്ക് ഒരുപാട് സ്ഥാനങ്ങൾ നൽകി. കഅബ എന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. കഅബയുടെ മുന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. കഅബ കാണുമ്പോൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിന് ഇജാബത്തുണ്ട് എന്ന് വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. കഅബ മന്ദിരം ആദ്യമായി കാണുമ്പോൾ എന്താണ് നമ്മൾ ദുആ ചെയ്യുന്നത്? ആ ദുആയിന് ഉത്തരമുണ്ട് എന്ന്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? കഅബയുടെ മഹത്വമാണത്. ഇന്നല്ലാഹ തആല ശറഫൽ കഅബത വഅല്ലമഹാ. അല്ലാഹു കഅബ മന്ദിരത്തിന്റെ ഒരുപാട് മഹത്വങ്ങൾ നൽകി. വലൗ അന്ന അബ്ദൻ ഹദമഹാ ഹജറൻ ഹജറാ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. വലൗ അന്ന അബ്ദൻ ഹദമഹാ ഹജറൻ ഹജറാ. കഅബ മന്ദിരത്തിന്റെ ഓരോ കല്ലുകളെ കഷ്ണമായി ഒരാൾ പൊളിച്ചു മാറ്റിയാൽ, ഭിത്തികളായി കഷ്ണമായതിനെ നുറുക്കി മാറ്റിയാൽ, എന്നിട്ട് ആ കല്ലുകളെല്ലാം പെറുക്കിയെടുത്ത് അതിനെ ചാരമാക്കി മാറ്റിക്കളഞ്ഞാൽ അതാണോ ഒരു മുഅ്മിനിനെ വിഷമിപ്പിക്കലാണോ ഏറ്റവും വലിയ തെറ്റ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഏതായാലും കഅബ മന്ദിരത്തെ ഒരാൾ തകർത്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റുമോ? മദീന പള്ളിയിൽ പരിശുദ്ധമായ റമദാനിന്റെ സായം സന്ധ്യയിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന വിശ്വാസി ലക്ഷങ്ങളുടെ മനം തകർത്തുകൊണ്ട്, അവരുടെ ഹൃദയം അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ചാവേർ പൊട്ടിത്തെറിച്ചപ്പോ ഇന്ന് കേരളക്കരയിൽ നമ്മുടെ മനം നൊന്തുപോയി. എന്തേ? ആ ഹബീബിനോടുള്ള സ്നേഹമാണ്. കഅബ മന്ദിരത്തിൽ ഒരാൾ പോറലേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ കഅബയെ തകർക്കുന്നതിനേക്കാളും വലിയ ഗൗരവമാണ് ഒരു മുഅ്മിനിനെ വിഷമിപ്പിക്കലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലൗ അന്ന അബ്ദൻ ഹദമഹാ ഹജറൻ ഹജറാ. പരിശുദ്ധമായ കഅബ മന്ദിരത്തെ ഒരാൾ കഷ്ണമാക്കി നുറുക്കി മാറ്റിയാൽ, ثم أحرقها, പിന്നെ അതിനെ ചാരമാക്കി മാറ്റിക്കളഞ്ഞാൽ, ما بلغ جرم من استخف بولي من أولياء الله تعالى. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കുന്നതും ഈ കഅബയെ പൊളിക്കുന്നതും കമ്പയർ ചെയ്താൽ അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കലാണ് കഅബയെ പൊളിക്കുന്നതിനേക്കാളും വലിയ തെറ്റ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കലാണ് കഅബ മന്ദിരത്തെ തകർക്കുന്നതിനേക്കാളും വലിയ തെറ്റ്. അപ്പോഴാണ് ഒരു അഅറാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മൻ ഔലിയാഉല്ലാഹി തആല, ആരാണ് ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ പരിഹസിക്കലാണല്ലോ കഅബ മന്ദിരത്തെ തകർക്കുന്നതിനേക്കാളും വലുത്. എന്നാൽ ആരാണ് ഈ ഔലിയാക്കൾ? അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനൂന കുല്ലുഹും ഔലിയാ. മുഅ്മിനീങ്ങളെല്ലാം ഔലിയാക്കളാണ്. മുഅ്മിനീങ്ങൾ എല്ലാവരും ഔലിയാക്കളാണ്. കേൾക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ എല്ലാവരും അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അങ്ങനെ ഒരു മുഅ്മിനിനെ നമ്മൾ വേദനിപ്പിച്ചാൽ, അങ്ങനെ ഒരു മുഅ്മിനിന്റെ കുറ്റവും കുറവും നമ്മൾ പ്രചരിപ്പിച്ചു നടന്നാൽ, ഇല്ലാത്ത ആരോപണങ്ങൾ പറയാൻ തുടങ്ങിയാൽ പരിശുദ്ധമായ കഅബ മന്ദിരത്തെ തകർക്കുന്നതാണ് അതിനേക്കാളും നല്ലത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ലാ തുക്സിരിൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചല്ലാതെ വെറുതെ സംസാരിക്കല്ല. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചായിരിക്കണം നമ്മുടെ സംസാരം. ലാ ഖൈറ في كثير من نجواهم إلا من أمر بصدقة. صدقة കൊണ്ട് കൽപ്പിക്കുന്ന സംഭാഷണത്തിൽ മാത്രമേ അല്ലാഹുവിന്റെ അടുത്ത് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം, തിന്മ വിരോധിക്കുന്ന സംസാരം, അതല്ലാത്ത എല്ലാ സംസാരങ്ങളും വൃഥാവിലാണ്. ഖുർആൻ പറഞ്ഞ വാക്കുകളാണിത്. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ. സ്വതക കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം,
തിന്മ തടയുന്ന സംസാരം, ഇങ്ങനെയുള്ള സംസാരമല്ലാതെ വെറുതെ സംസാരിക്കുന്ന സംസാരം കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു നേട്ടമില്ല, ഒരു ഖൈറുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ തുഖ്തിരിൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കാനല്ലാതെ നാവ് തുറക്കല്ല, വായ തുറക്കല്ല. എന്റെ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് സംസാരിച്ചാൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോകും. വെറുതെ സുറ പറയുന്നവർ, വെറുതെ തമാശ പറയുന്നവർ, വെറുതെ ഭനായിടുന്നവർ, അങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോ നിങ്ങളുടെ ഹൃദയം കടുത്തുപോകും. ഒരുപാട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. ചെറുപ്പക്കാരാ, കണ്ടവരോടും കിട്ടിയവരോടും ചാറ്റ് ചെയ്തിരിക്കാറുണ്ടല്ലോ, വോയിസ് മെസ്സേജുകൾ നമ്മൾ അയക്കാറുണ്ടല്ലോ. അനാവശ്യമായിട്ടുള്ളത്, ആവശ്യമുള്ള ഉപദേശങ്ങളല്ല, നന്മകളല്ല, ഹറാമായിട്ടുള്ളത്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഹറാമായ സംസാരത്തെ കുറിച്ചോ ഹറാമായ ചാറ്റിങ്ങിനെ കുറിച്ചോ അല്ല. ഹലാലായത് വരെ നിങ്ങൾ അധികരിപ്പിക്കല്ലേ, നിങ്ങൾ വർദ്ധിപ്പിക്കല്ലേ എന്നാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? ഹറാമല്ല, ഹറാമിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, ഹലാലായതാണ് ഇവിടെ പറയുന്നത്. ഈസാ നബി എന്താ പറയുന്നത്? നിങ്ങൾ ഹലാലായ സംസാരങ്ങൾ വരെ കുറക്കണം. ഒരുപാട് സംസാരിച്ചാൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോകും. ഇങ്ങനെ കടുത്തുപോയാലോ? ഒരുപാട് കടുത്തുപോയ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അകലെയാണ്. അള്ളാഹു അവനുമായിട്ടൊരു ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. അള്ളാഹുവിൽ നിന്നും ഒരുപാട് അകലെയാണ് സംസാരിക്കുന്നവർ, ഒരുപാട് ചാറ്റ് ചെയ്യുന്നവൻ, ഒരുപാട് വോയിസ് മെസ്സേജുകൾ അയക്കുന്നവൻ, ഒരുപാട് വീഡിയോ കോൺഫറൻസുകൾ നടത്തുന്നവൻ, ഇവരൊക്കെ അള്ളാഹുവിൽ നിന്ന് അകലെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. സഹോദരങ്ങളായ തമാശയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലാത്തവരുടെ ദോഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കല്ല. അർബാബ് എന്ന് പറഞ്ഞാൽ അറിയൂലേ? പ്രത്യേകിച്ച് കാസർഗോഡുകാർക്ക് അർബാബ് എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കില്ല. അർബാബുമാര് അവരുടെ കീഴിലുള്ള ജോലിക്കാരെ നോക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും തെറ്റും കാണാൻ നിൽക്കണ്ട, മറ്റുള്ളവരുടെ കുറ്റം കാണാൻ നിൽക്കണ്ട. നീ നിന്റെ തെറ്റ് നോക്കുക. എന്നൊക്കെ ഈ ഒരു അടിമയെ പോലെ, ഈ ഒരു ജോലിക്കാരനെ പോലെ നീ നിന്റെ കുറവുകൾ കണ്ടെത്തുക. നീ എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയാം, മറ്റുള്ളവരുടെ ദോഷം നോക്കി നടക്കണ്ട. അങ്ങനെ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്. സ്വന്തം എന്തായാലും കുഴപ്പമില്ല, ഞാൻ നന്നാവണം എന്നൊരു താല്പര്യമേ, നാട്ടുകാർ നന്നായാൽ മതി. എല്ലാവരുടെയും ലക്ഷ്യം അല്ലേ? എല്ലാവരുടെ ലക്ഷ്യം എന്താ? ഞാൻ നന്നാവണം എന്നല്ല, നാട്ടുകാർ നന്നാവണം. അത് എല്ലാവർക്കും വിഷമം. എന്റെ വീട്ടുകാർ മോശമായാലും ആർക്കും ബേജാറില്ല. എന്റെ വൈഫ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബക്കാർ, എന്റെ മക്കൾ, ഇവര് മോശമായതിൽ ആർക്കും ഒരു ബേജാറില്ല, ആർക്കും ഒരു ടെൻഷനില്ല. അയൽവാസി മോശമായതിന്റെ ബേജാറ്. ഇതല്ല, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഏൽപ്പിച്ചിട്ട് ചെയ്താൽ മതി. അത് നോക്കാൻ വേറെ ആളുകളുണ്ട് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കുക. വെറുതെ അനാവശ്യമായി മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നതിന് പകരം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പഴയ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരാൻ തയ്യാറാവണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.